നിന്റെ പോലീസ് പിടിച്ചേ പിന്നെ നിന്റെ അപ്പൻ ഒരു പ്രാന്തനെ പോലെ ഇങ്ങനെ നടക്കും. ആരോടും മിണ്ടൂല്ല, ഒന്നും കഴിക്കൂല. ആയിരിക്കും നമ്മളെ കടയിൽ വന്ന ഒരു ചുക്ക് കാപ്പി കൊടുത്താ കുടിച്ചാലായി. അങ്ങനെ അധികം നാള് നടക്കേണ്ടി വന്നില്ല. അതിനുമ്പോ പടച്ചോനങ്ങ് വിളിച്ച്. നിന്നെ വിഷമിപ്പിക്കാൻ നമ്മൾ പറഞ്ഞല്ല. ആമിന. എന്താ ഉപ്പാപ്പ? ആമിന, ഓളങ്ങ് പെരുത്ത് വലുതായി മോനെ. ഇത് കേട്ടോ മത്തായിക്ക, ഈ ഉപ്പാപ്പ എപ്പോഴും ഇങ്ങനെയാ. ഓളുടെ ഉമ്മാനെ കെട്ടിച്ചു വിടുമ്പോ ഓളുടെ അത്ര വയസ്സില്ലായിരുന്നു. ആമിനയുടെ വാപ്പ ഇവിടെ വരാറില്ലേ? എന്റെ മോളുടെ മയ്യത്ത് കാത്തിരുന്നവനാവൻ. ഇപ്പോ രണ്ടാം കെട്ടിയവളുടെ വീട്ടിലാണെന്ന് കേട്ടു. എന്റെ മോളെ പടച്ചോൻ വിളിക്കുന്നതിന് മുമ്പ് ഈ പേരക്കിളാമിനെ നമ്മളെ സമ്മാനമായിട്ട് തന്നു. ഇവക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നീ കുളിച്ച് വല്ലതും കഴിക്കാൻ നോക്ക്. മോളെ ഈ കാക്കയ്ക്ക് വെള്ളം ചൂടായി കൊടുക്കും. വേണ്ട, ഞാൻ പുഴയിൽ പോയി കുളിച്ചോളാം. വേഗം വരണം, ഞാൻ നെയ്ച്ചോറ് വെച്ച് കാത്തിരിക്കും. എന്നാ നിന്റെ കല്യാണത്തിന് നാട്ടുകാർക്ക് മുഴുവൻ നെയ്ച്ചോറ് വെച്ച് കൊടുത്തേക്കാം. നീ അല്ലടാ മാർക്കറ്റിൽ അടിയുണ്ടാക്കി മത്തായി. അയ്യോ യമമരെ, അത് മിണ്ടാലോ. നടക്കടാ. മത്തായി, നീ കുടിച്ചാ മത്തായി പോവല്ലടാ. മര്യാദക്ക് കാര്യങ്ങളൊക്കെ കിളി പറയുന്ന പോലെ പറഞ്ഞോ. ഇല്ലെങ്കിൽ ഞാൻ നീ ആരടിച്ചു, എന്തിനടിച്ചു, എന്തുകൊണ്ടടിച്ചു, എപ്പോഴടിച്ചു, ഇവയ്ക്ക് എവിടെ വെച്ചടിച്ചു നീ പറയില്ലല്ലേടാ. നിന്നെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. നീ ആരോടാ കളിക്കുന്നതെന്ന് അറിയാമോ? ഇടിക്കട്ട കുട്ടമ്പിള്ളയുടെ കൈ വെട്ടവൻ പിന്നെ പിഴച്ചിട്ടില്ല. നാളെ പുതിയ യമാൻ ചാർജെടുക്കുന്ന ദിവസം കുടുംബത്തെ ഇവിടെ തന്നെ കൊടുത്തേക്കാം. എടാ കൊച്ചുപത്തായി, നാളെ വരുന്ന ആരാണെന്ന് അറിയാമോ? കരടിയാണ്, കരടി രാജശേഖരൻ. ശരി, ഇവനകത്താക്ക്. നിങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. എന്ത് പരിപാടി? ഈ തന്തയെ തല്ലുന്ന പണി. ഇനി എന്റെ ശരീരത്തിൽ തൊട്ടുപോകരുത്. എന്തൊരു ധൈര്യം! അടച്ചുപൂട്ടിയ ഗേറ്റിനുള്ളിൽ തോക്കം പിടിച്ച് കാവൽക്കാരൻ നിന്നാൽ നിങ്ങൾ 4-5 പേർക്ക് കൂടി ഒരുത്തനെ എന്തും ചെയ്യാവുന്നല്ലേ? തെരുവിലൊരു കൂട്ടത്തല്ല് നടന്നാൽ നിങ്ങളെല്ലാം ഓടി ഒളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിലും നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടവന്റെ ചാപ്പാടും കാക്കിയും നിങ്ങളെ കന്നാലികളാക്കും. പുറത്തു വെച്ചൊരു തെമ്മാടിയെ വളഞ്ഞു പിടിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട്? അമ്മവങ്ങന്മാർക്ക് കേൾക്കാൻ കൊള്ളാവുന്ന ഒരു വാക്ക് പറയാൻ നിങ്ങൾക്കറിയാം. ഇരുകാലി മാടുകൾ. അധികം സംസാരിക്കണ്ട, ഇത് സ്ഥലം വേറെയാണ്. ഈ വെള്ളരിക്ക് എന്താ വരാ? ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട്. ഇവിടെ 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 പുതിയ ചരക്ക, വിലയും കുറവാ. നോക്കിയെടുക്കും. ഇതെന്തോന്ന് മര്യാദയാണ് എന്റെ കടയിൽ വന്നവരെ അങ്ങോട്ട് വിളിക്കുന്നത്? കട എനിക്കും ഉള്ളതുകൊണ്ട് നിനക്കെന്താ എത്ര തെണ്ണം? നിന്റെ കട കുറെ വലുതായതുകൊണ്ടാണോ നിനക്ക് വിളക്ക് കത്തിക്കാൻ പോലെ സമയമില്ലാത്ത? എന്താണാടി പറഞ്ഞത്? നീ വിളക്കം കത്തിച്ചു വെച്ചോണ്ടിരുന്നിട്ടല്ലോടി നിന്റെ കെട്ടിയോ നിന്നെ കളഞ്ഞിട്ട് നാട് വിട്ടു പോയത്. നിന്നെ പോലെ കണ്ട പിന്നെ നാട്ടിലെങ്ങനെ ആണുങ്ങൾ നിൽക്കൂടി? അതുകൊണ്ടല്ലേടി കൊച്ചാപ്പ് നിന്നെ ഇട്ട ചോടി പോയത്. ഞാൻ എന്തോ നീണെന്നാ നിന്റെ അവനെ കപ്പൽ കയറ്റിയ? പിള്ളച്ചേട്ടാ പിള്ളച്ചേട്ടാ, നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ട് പാർക്കാ പോയത്? നമ്മളാ എങ്ങോട്ട്? നമുക്ക് വക്കീൽ സാറിനെ ഒന്ന് കാണണം. മീറ്റിംഗും പ്രസംഗിക്കാനാണോ? എന്റെ മോനെ പോലീസ് പിടിച്ചു. അപ്പൊ കേസ് കാണല്ലേ? എന്നാലേ അതിന് വക്കീലല്ല ആദ്യം കാണേണ്ടത്, ഗുമസ്തനെ. ഞാനാണ് ഗുമസ്തൻ. കേട്ടില്ലേ? ഗുമസ്തൻ പാച്ചിപ്പിള്ളന്ന്. എന്നാ നീ കേട്ടു. അവിടെ വളരെ ബെഞ്ചിൽ ബെഞ്ചിൽ വകുപ്പ് 302, 304, 307. നമുക്കൊന്നും അറിയില്ല. കൊലപാതകമോ കൊല ചെയ്യാനുള്ള ശ്രമമോ അടിയോ ഇടിയോ കുത്തോ ചവിട്ടോ ഇത് ഏതാണോ? അടിക്കാശാ സാറിന് നമുക്ക് വഴി ഉണ്ടാക്കാം. SIക്ക് ഒന്ന് വേണ്ടെന്ന് വെക്കാം. ASIക്ക് ഒരു 50, ഏതിനൊരു 25, സ്റ്റേഷൻ ക്ലർക്കിന് 15. പിന്നെ അതിനകത്ത് അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാര് 2 പേര്. അത് 30. പിന്നെ ഞാൻ ഇതിനു വേണ്ടി ഓടിപ്പോഞ്ഞെല്ലാം കഷ്ടപ്പെട്ട് എനിക്ക് വെള്ളം കുടിക്കാൻ എല്ലാം കൂടെ ഒരു 150 രൂപയാവും. പക്ഷേ നമ്മളെ അത്രയും കായില്ല. പിന്നെ എത്ര രൂപയുണ്ട്? 10 രൂപയുണ്ട്. 10 രൂപയോ? അതുകൊണ്ടത് വക്കീൽ കളവുള്ളത്? അതിലെന്താ
കുടിക്കാൻ കഴിച്ചു എന്താ വന്നത്? നമ്മളെ മോനെ പോലീസ് പിടിച്ച്. വരും, അകത്തേക്ക് വരും. കൊറേ പിള്ളേര് വക്കീലന്മാര് വന്ന് വക്കീല കോഴ്സുമായ അധ്യാപകരോട് എല്ലാം കൂടെ പോട്ടെ. ആട്ടെ, അറസ്റ്റ് ചെയ്യപ്പെട്ട മത്തായി നിങ്ങളുടെ ആരാണ്? നമ്മളെ മോനാണ് സാറേ. പോക്കറിന്റെ മോന് മത്തായി എന്നെങ്ങനെ പേര് വന്നു? ഓൻ നമുക്ക് മോനെ പോലാ. ഓൻ ഒരു തെറ്റ് ചെയ്തില്ല. ആ ശൈത്താന്മാര് നമ്മളെ തള്ളിണ കണ്ടപ്പോ മത്തായി അടി വെച്ചത് സത്യം. സാറ് അവനെ വെളിയിൽ കൊണ്ടുവന്ന നമ്മളെ കയ്യിൽ വേറെ കാശില്ല. ദാ, ഈ 10 രൂപയേ ഉള്ളൂ. നിങ്ങൾ ആ പണം എടുക്കൂ. കാശ് പോരാ, ഞാൻ നമ്മൾ ഇനിയും കൊണ്ടുതരാം. എടുക്കാൻ ഒക്കിരിക്കാൻ വെക്കോളൂ. മത്തായിനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നു. വക്കീസാന്റെ ദേഷ്യം കണ്ടപ്പോ നമ്മളങ്ങ് ബേജാറായി. ഇങ്ങനെ പറഞ്ഞൊക്കെ ആകട്ടെ. നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ചവരാണ് നീയൊക്കെ. തെമ്മാരത്വവും കയ്യൊക്കും കൊണ്ട് ആ മാർക്കറ്റ് ഭരിക്കലാണ് നിന്റെയൊക്കെ ജോലി, അല്ലേടാ? മാർക്കറ്റ് മുതലാളിയുടെ ഏത് മുതലാളിയാടാ കടക്കാരന്റെയും കാപ്പിക്കാരന്റെയും പിച്ചപ്പാത്രത്തിൽ കയറ്റ് വാരാൻ പറഞ്ഞവനോ? നിങ്ങൾ അടിച്ചവന്റെ പേരിൽ കേസ് വന്നിരിക്കുന്നു. അടി കൊണ്ടവൻ അതിനുള്ള അവകാശമില്ല, അല്ലേടാ? മേലാനിൽ ആവർത്തിച്ചാൽ അയ്യോ, ഇതൊക്കെ മുതലാളി അറിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ എടുത്ത് മാറ്റി വയ്ക്കോ? ഉത്തരവ് ഇല്ല. ഇവിടെ കുട്ടമ്പിള്ളേ, ഉത്തരവ് ആ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇവിടെ പാവപ്പെട്ടവനും പണക്കാരും ഒരേ നീതിയാണ്. ഉത്തരവ് ആട്ടെ. ആരാണ് ഈ മത്തായി? വിളിക്കൂ. നിനക്ക് ആദ്യം FIR എടുക്കൂ. FIR ഉണ്ടോടോ? പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. FIR പറയാലോ. FIR എഴുതിയിട്ടില്ല. പ്രതി ഇങ്ങനെ അവസ്ഥയില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് FIR എഴുതിയില്ല? അത് 24 മണിക്കൂറിനകം പ്രതിയെ കോർട്ടിൽ ഹാജരാക്കണമെന്നാണ് ചട്ടം. ഇവിടെ 24 ദിവസങ്ങൾ വരെ പ്രതിയെ ഇരുത്താറുണ്ട്. ഓരോ ദിവസവും FIR എഴുതി വെറുതെ പേപ്പറും പേനയും നഷ്ടപ്പെടുത്തണമെന്ന് കരുതി അങ്ങ് അവസാന ദിവസം എഴുതിത്തള്ളിയാണ് ഇവിടുത്തെ പഴക്കം. താൻ എന്താണ് ഈ പറയുന്നത്? ഇത് പോലീസ് സ്റ്റേഷനോ അതോ ചല്ലയോ? ഇനി വേണോ തീരുമാനിക്കാൻ? താൻ പ്രതിയെ കൊണ്ടുവരും. താനാണല്ലേ മത്തായി? ഒരു കൊലക്കേസിന് ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നല്ലേ താൻ? അതെ. പുറത്തു വന്ന ഉടനെ അടുത്ത കേസ് ഉണ്ടാക്കി. അമ്മായിയപ്പന്റെ ശാപ്പാടിന്റെ രുചിയായിരിക്കും, അല്ലേ? ഇപ്രാവശ്യത്തേക്ക് ഞാൻ മാപ്പ് വരുന്നു. വയ്ക്കോ. വീണ്ടും ഇതിനുള്ളിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. തീർത്തു പറയാനാവില്ല. തിരിച്ച് വരേണ്ടി വരും. മത്തായി, ക്ഷമിക്കണം സർ. ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കാം. പക്ഷേ നിങ്ങൾ എന്നെ തേടി അങ്ങോട്ട് വരേണ്ടി വരും.